കൊടുങ്ങല്ലൂർ ശ്രീനാരായണ ദർശനവേദിയുടെ പ്രവർത്തകനും ഒരു ആക്ടിവിസ്റ്റുമായിട്ടുള്ള ആളാണ് എം ആർ വിപിൻ ദാസ്. വിപിൻ ദാസ് കേരളീയ പൊതുമണ്ഡലത്തിൽ ആദ്യമായി ശ്രദ്ധയിലേക്ക് വരുന്നത് ഒരു വിദ്വേഷ പ്രചാരകയായിട്ടുള്ള KR ഇന്ദിരയ്ക്കെതിരെ ഒരു കേസ് കൊടുത്തുകൊണ്ടാണ്. ദീർഘകാലം നാടക പ്രവർത്തകനായിരുന്നു. നാടകവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഏറ്റവും അവസാനം PK റോസി പുരസ്കാരം ലഭിച്ച ഒരു ജാതി പിള്ളേരിഷ്ട എന്ന പ്രശാന്തിൻ്റെ സിനിമയായി സഹകരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വിദ്വേഷ പ്രചാരകയ്ക്കെതിരെ നടത്തിയ പോരാട്ടവും ആ പോരാട്ടത്തോട് കേരളീയ പൊതുമണ്ഡലം സ്വീകരിച്ച നിലപാടുകളും കേരള സർക്കാരും ആഭ്യന്തര വകുപ്പും എടുത്ത നിലപാടുകളും എന്തായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേരള ഇൻസൈറ്റിലേക്ക് വിപിൻ ദാസിന് സ്വാഗതം. താങ്ക് യു. വിപിൻ ദാസ് 2019 ഞാൻ മനസ്സിലാക്കുന്നത് KR ഇന്ദിര വലിയ വിദ്വേഷ പരാമർശം നടത്തിയത്. ആ പരാമർശം ഇപ്പോൾ ഓർക്കുന്നുണ്ട് എന്തായിരുന്നു എന്നുള്ളത്? ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പറയാം. മുസ്ലിം സ്ത്രീകൾക്കെതിരെയുള്ള പന്നി പെറുന്ന പോലെ താത്തമാർ പന്നി പെറും പോലെ പെറ്റുകൂട്ടുക തന്നെ ചെയ്യും. എങ്ങനെയെങ്കിലും പെരുത്ത് ലോകം പിടിച്ചെടുക്കേണ്ടതാണല്ലോ. അതെ. പൈപ്പ് വെള്ളത്തിൽ ഗർഭനിരോധന മരുന്ന് കലർത്തി വിടുകയോ മറ്റോ ചെയ്യേണ്ടി വരും നിങ്ങളിൽ നിന്ന് ഈ ഭൂമി രക്ഷപ്പെടാൻ എന്നായിരുന്നു ആ പരാമർശം. 2019 പരാമർശം. ഇന്ദിര ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നത്. അന്ന് അവര് തൂത്തുക്കുടിയിലെ ആകാശവാണി നിലയത്തിലെ പ്രോഗ്രാം ഡയറക്ടറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് 2019 അതായത് 2019 എന്ന് പറയുന്നത് പൗരത്വ സമരം നടക്കുന്ന സമയമാണ്. അതിന് മുന്നേ 2018 ഇത് അവർ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. 2018 മറ്റൊരു പരാമർശം അവർ നടത്തിയിട്ടുണ്ട്. ബ്രസീലും സൗദി അറേബ്യയും തമ്മിലാണ് ഫുട്ബോൾ കളി എങ്കിൽ മലപ്പുറം ആരുടെ പക്ഷത്തായിരിക്കും? രണ്ടാമത്തെ പരാമർശം 2018. 2022 ഒരു പരാമർശമുണ്ട്. കേരളത്തിലെ ഇടതരുടെ കാപട്യം കാണുമ്പോൾ ഒരു ഹോളോകോസ്റ്റ് നടത്തിയാലോ എന്ന് തോന്നാറുണ്ട്. തീർന്നില്ല, 2022. 2023 പരാമർശം ലേറ്റസ്റ്റ് വേറെ ഉണ്ട്. വെറുതെ എല്ലാ മാപ്പിള ലഹളയും മാറാട് കൊലയും ബൈക്കടിപ്പിച്ച് കൊല്ലലും ലവ് ജിഹാദും നടക്കുന്നത്. എത്ര ആക്രമിക്കപ്പെട്ടാലും സഹിഷ്ണുതയോടെ ഉമ്മ കൊടുക്കുമല്ലോ. 2023 നാമജപ ഘോഷയാത്രയുടെ ഇടയിലും ഒരു നടത്തില്ല. 2025 പരാമർശം ആയുധമെടുക്കാനും ആഞ്ഞു വെട്ടാനും നിങ്ങൾ പഠിക്കണം. അത് പഹൽഗാം എന്റെ സമയത്താണ്. നാമജപ ഘോഷയാത്ര നടത്താൻ മാത്രം പഠിച്ചാൽ പോരാ എന്നാണ്. ആഞ്ഞു വെട്ടണം. ഇത്രയും പരാമർശം നടത്തിയ, വായിച്ചു തീർക്കാൻ തന്നെ കുറെ സമയമാണ്. ഇത്രയും പരാമർശം നടത്തിയ ഒരാളാണ് KR ഇന്ദിര. ഈ KR ഇന്ദിരയ്ക്കെതിരെ ഒരു പരാതി കൊടുക്കാൻ വിപിൻ ദാസ് ഒരു പരാതി കൊടുത്തില്ല. അതാണ് കുറെ ആളുകൾ പരാതി കൊടുത്തു ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ വിപിൻ ദാസ് നൽകിയ പരാതി എന്തുകൊണ്ടാണ് അങ്ങനെ പരാതി നൽകണമെന്ന് വിപിൻ ദാസ് തോന്നിയത് ഇതുപോലെ വിദ്വേഷ പരാമർശത്തിനെതിരെ? ഒന്നാമത് അതൊരു പൗരത്വ സമരത്തിൻ്റെ ഒരു പശ്ചാത്തലം ആയിരുന്ന സമയം. അതേപോലെ എൻ്റെ സുഹൃത്ത് സുധീഷ് ഷൺമുഖനെതിരെ നാട്ടുകാർ, അയൽവാസികൾ തന്നെ ഒരു കൊടുത്തൊരു പരാതി ഉണ്ട്. ഞാൻ പുഷ്പറ എന്നുള്ളൊരു കവിത, വിഷ്ണുപ്രസാദ് സാറിൻ്റെ ഒരു കവിത അവൻ ഷെയർ ചെയ്തതിൻ്റെ പേരിൽ മാത്രം FB-യിൽ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതിൻ്റെ ഭാഗത്ത് അവനെതിരെ കേസെടുക്കുകയും അന്നാ യുദ്ധത്തിൻ്റെ ഒരു സമയം കൂടിയായിരുന്നു. കേരളത്തിലെ മനുഷ്യാവകാശ പ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ പോലീസ് സ്റ്റേഷന് മുന്നിൽ വന്ന് നിരന്തരം അവരായിട്ട് ബന്ധപ്പെടുകയും പല ഇടപെടലുകളും ഉണ്ടായതിൻ്റെ പേരിലാണ് അവൻ സത്യത്തിൽ രക്ഷപ്പെട്ടു പോകുന്നത്. ആ ഒരു പ്രഷർ എനിക്കുണ്ടായിരുന്നു. ആ പ്രഷറിൽ നിൽക്കുന്ന അതേ സമയത്താണ് സോഷ്യൽ മീഡിയയിൽ ഇവരിങ്ങനെ ഒരു പരാമർശം ഉണ്ടാക്കിയത്. ഞാനപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റിയുടെ അനൂപേട്ടനുണ്ട്. അനൂപേട്ടൻ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്നോട് അനൂപേട്ടൻ പറയാം, ഒരു ഭയങ്കര പ്രശ്നമുള്ള സ്ത്രീയാണ്. അപ്പം ഞാൻ എന്തായാലും പരാതി കൊടുക്കും. നീ പരാതി കൊടുക്കണം എന്ന് മാത്രമല്ല 153A വകുപ്പ് ചുമത്താതെ നീ സ്റ്റേഷനിൽ നിന്ന് പോരരുത്. അപ്പോൾ ദർശനവേദി പ്രവർത്തകരും സലാമക്കയും ഞങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്ത് സ്റ്റേഷനിൽ. ഏത് സ്റ്റേഷനിലായിരുന്നു? കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ. അതിന് വേറെ പ്രത്യേകതകളുണ്ട്. ഈ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഈ അടുത്ത തവണ സംസ്ഥാനത്തെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷനായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചത്. 153A പെറ്റീഷൻ എടുത്തിട്ട് നടപടിയെടുക്കാത്ത അതേ പോലീസ് അവിടെ ഏറെ നേരം നിന്ന് 153A ഇടണം, പെറ്റീഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട്
കുറേ വൈകിട്ടാണ് അവർ പെറ്റീഷൻ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത്. അതായിരുന്നു അന്നത്തെ ഒരു സന്ദർഭം. അല്ല, എന്നിട്ട് അന്ന് തന്നെ ഒരു പെറ്റീഷൻ തന്നെ പെറ്റീഷൻ എടുത്തു. FIR ഇട്ടു ഈ കേസിൽ തന്നെ. ഈ കേസ് എടുത്തു. ആദ്യം പെറ്റീഷൻ സ്വീകരിച്ചിട്ടുണ്ട്, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കാനായിരുന്നു പോലീസ് ആദ്യം ശ്രമിച്ചത്. പക്ഷെ നമ്മൾ അവിടെ നിന്നതിൻ്റെ പേരിൽ 153A വകുപ്പ് ചുമത്താതെ പോകില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് കേസ് എടുക്കുന്നത്. പിന്നീട് ആ കേസിൽ ഫോളോ അപ്പ് എന്തായിരുന്നു? ആ കേസിൽ ഏതാണ്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തപ്പോൾ പ്രതിയെ കണ്ടുകിട്ടാനില്ല. പ്രതി എവിടെയാണ്? അതേസമയം ഒരു ആകാശവാണിയിൽ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്, അവരെ കണ്ടുകിട്ടാനിടയില്ല. തൃശ്ശൂർ എവിടെയൊക്കെയാണ് താമസിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതിയെ കിട്ടാനില്ല എന്നൊക്കെയാണ് അവർ വിവരാവകാശ നിയമപ്രകാരം തന്ന മറുപടി. അത് 2 വർഷത്തിന് ശേഷമല്ലേ കൊടുത്തത്? 2 വർഷത്തിന് ശേഷം. ശരി. അപ്പോൾ എന്നിട്ടും അവർ ആ സമയത്ത് അവർ കേസ് ഇത് ചെയ്തിരുന്നോ? കേസ് മുന്നോട്ട് കൊണ്ടുപോകും? എനിക്ക് തോന്നണതേ അവര് ഈ പ്രതിയായിട്ടുള്ള അവരന്വേഷിക്കാനല്ല കൂടുതൽ ശ്രമിച്ചത്, എന്നെ അന്വേഷിക്കാനാണ് പോലീസ് ആ സമയത്ത് കൂടുതൽ ശ്രമം. അതെന്തായിരുന്നു സംഭവം? സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാർ നിരന്തരം എന്നെ വിളിക്കുകയും നിനക്ക് ഇവിടുത്തെ തീവ്രവാദ ഭീകരവാദ ബന്ധങ്ങൾ നീ മറ്റാളറിയോ, ഓരോരുത്തരും ചോദിക്കും. ഇവിടുത്തെ പൊതുപ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരായ ആളുകളായിട്ടുള്ള ബന്ധം, അത് അവരെങ്ങനെ അറിയും, എന്താണ് അവരായിട്ടുള്ള ബന്ധം, അത്തരം ചോദ്യങ്ങളാണ് പോലീസ് നടത്തിയത്. അവരെ അന്വേഷിക്കാനൊന്നും പോലീസ് ശ്രമിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വീട്ടില് വന്നിരുന്നു? അല്ല, വീട്ടിൽ വന്നിട്ടില്ല. വീട്ടിൽ അവർ ഫോണിലായിരുന്നു നിരന്തരം. സുഹൃത്തുക്കള് വഴി അന്വേഷണങ്ങൾ നടത്തിയിരുന്നു? എൻ്റെ നാട്ടിലൊക്കെ വന്നവർ അന്വേഷിച്ചതായിട്ട് എനിക്കറിയാം. ശരി. അത് പോലീസിന്റെ ഏത് വിഭാഗമാണ്? IB ആണോ? അത് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് വന്നത്. ഇതിപ്പോ ഈ കേസ് കൊടുത്ത് വിപിൻ ദാസിനെയാണ് അവർ പ്രധാനമായിട്ടും. ഇനി എനിക്ക് വേറൊരു കാര്യം കൂടിയും സംശയമുണ്ട്. ഒരു ദളിതനായ ഞാൻ പെറ്റീഷൻ കൊടുത്തതിൻ്റെ പേരിലാണോ അവർ നടപടിയെടുക്കാത്തതെന്ന് പോലും എനിക്ക് ചില ഘട്ടങ്ങളിൽ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അതേ തുടർന്ന് മറ്റു പലരും രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട്, സംസ്ഥാനത്തു നിന്നല്ലാതെ തന്നെ ഈ വിഷയത്തിൽ പെറ്റീഷൻ വിവിധ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് അന്ന് വന്ന റിപ്പോർട്ടുകൾ കുറേയൊക്കെ. എല്ലാവരും വിപിൻ ദാസ് കൊടുങ്ങല്ലൂർ സ്റ്റേഷനിലല്ലേ? ഞാൻ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലാണ്. മറ്റ് സ്റ്റേഷനുകളും കൊടുത്തിരുന്നു? FIR ഇട്ട നിലയ്ക്ക് അവരുടെ പരാതി സ്വീകരിക്കാന്ന് മാത്രമേ ഉള്ളൂ. പുതിയൊരു FIR ഇടാൻ പറ്റില്ല എന്നാണ് സാങ്കേതികമായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. മറ്റുള്ളതും കേസ് എടുത്തില്ല എന്നാണോ? എല്ലാ കേസുകളും കൊടുങ്ങല്ലൂരിലേക്ക് തന്നെ വരികയാണ് ചെയ്തത്. ഇപ്പൊ ആ കേസിന്റെ സ്ഥിതി എന്താണ്? ഇപ്പോഴും നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിനൊരു വാക്കുണ്ട്, സ്ക്വാഷ് ചെയ്തിരിക്കുന്നു. കേസ് അവസാനിപ്പിച്ചു. അവസാനിപ്പിച്ചു. ആ കേസ് തന്നെ അവസാനിപ്പിച്ചു. എന്താണ് കാരണം പറഞ്ഞ കേസ് അവസാനിപ്പിക്കാൻ? പ്രതിയെ കിട്ടാനില്ല. അതായത് കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥയും പ്രോഗ്രാം ഡയറക്ടറൊക്കെ ആയി എഴുത്തുകാരും കൂടിയാണ് അവർ. വളരെ പ്രമുഖമായ എഴുത്തുകാരും കൂടി. ഇത് നമ്മള് പിടിച്ചു കൊടുക്കണം എന്നുള്ള നിലയ്ക്കൊക്കെയാണ് പറഞ്ഞിട്ടിരുന്നത്. ശരിക്ക് വിപിൻ ദാസ് ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടം ഇപ്പൊ എനിക്ക് പറഞ്ഞ ഒരു 7 വർഷം കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 7 വർഷമായിട്ടും ഇതിലൊരു തീരുമാനം വിപിൻ ദാസ് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു കേസ്, ഒരു വിദ്വേഷ പരാമർശം ഉണ്ടായി. അതിനുശേഷം നമ്മൾ കേരളത്തിൽ ധാരാളം വിദ്വേഷ പരാമർശങ്ങൾ കണ്ടിട്ടുണ്ട്. വെള്ളാപ്പള്ളി മുതൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വെള്ളാപ്പള്ളി നടത്തിയ വിദ്വേഷ പരാമർശത്തിന്റെ സാഹചര്യത്തിൽ കൊടുങ്ങല്ലൂർ ദർശനവേദി വിപിൻ ദാസിന്റെ ഒക്കെ നേതൃത്വത്തിലും പ്രശാന്ത് തുടങ്ങിയ ആളുകൾക്ക് നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ നടത്തിയിരുന്നു. ഒരു പരിപാടി നടത്തിയിരുന്നു. ആ പരിപാടി നമ്മുടെ സണ്ണിയാം കവിക്കാടിന്റെ പ്രസംഗത്തോടു കൂടി വലിയ തോതിൽ ഷെയർ ചെയ്യപ്പെടുക, പ്രസംഗമൊക്കെ ഷെയർ ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയും കാലം ഇങ്ങനെയും പ്രവർത്തനത്തിന് ശേഷം വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ എന്തുകൊണ്ടാണ് സർക്കാരുകൾ നടപടി എടുക്കാത്തതെന്നാണ് വിപിൻദാസ് കരുതുന്നത്? ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ എന്തെങ്കിലും ഇത്രയ്ക്കും ഒന്നും അല്ലാത്ത തരത്തിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ ഉടനെ കേസെടുക്കുക. ഇപ്പോൾ ഉസ്മാൻ ഹമീദ് കട്ടപ്പനയിലുള്ള അവർക്കെതിരെ അങ്ങനെ ധാരാളം ആളുകൾക്കെതിരെ FIR നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട്. ഇതേപോലെ 153 ഉള്ള ആൾ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനും.
അതെ, മൂപ്പരും ഇതുവരെ അറസ്റ്റ് ചെയ്തായിട്ട് നമ്മൾ അറിവില്ല. അറസ്റ്റ് ചെയ്തില്ല, ഒരു നടപടിയും എടുത്തായിട്ട് സർക്കാർ വാഹനത്തിലാണ് പുള്ളി സഞ്ചരിക്കുന്നത്. അല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ അങ്ങനെ ഉണ്ടാവാവുന്ന അത്തരം ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അല്ല, ഇടതുപക്ഷമാണല്ലോ ഭരിക്കുന്നത്. ഇടതുപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. അല്ല, ഇടതുപക്ഷം ഭരിക്കുന്നു, അപ്പോൾ ഇതുപോലെ വിദ്വേഷ പരാമർശങ്ങൾക്കൊരു നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നീതി ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന ഈ പക്ഷത്തിനോട് സംശയം ആണ്. ഞാനും ഒരു ഇടതുപക്ഷം ത്തുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ എന്നാലും ഈ ഇടതുപക്ഷത്തിനോട് സംശയമുണ്ട്. മുന്നോട്ട് ഇവർ ഇത്തരം കാര്യങ്ങൾ കേസ് എടുക്കില്ല എന്നാണ് തോന്നുന്നത്. BJPയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നു ഈ പരാതി കൊടുക്കുന്ന സമയത്ത്? വ്യക്തിപരമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അത് എനിക്ക് തോന്നുന്നത് എൻ്റെ നാട് ഇങ്ങനെ സാധാരണക്കാരൊക്കെ ഉള്ള ഒരു ഗ്രാസ് റൂട്ട് ലെവലിലുള്ള വർക്കിംഗ് ക്ലാസ് ഒക്കെ അതിൻ്റെ പേരിൽ അത്തരം ആക്രമണങ്ങൾ, സാധാരണ ഉണ്ടാവേണ്ട തരം ആക്രമണങ്ങളൊന്നും എനിക്കെതിരെ ഇതുവരെ ഉണ്ടായിട്ടില്ല. മറ്റാളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. വ്യക്തിപരമായിട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈ IB-ക്കാരെ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ഈ ഇന്റലിജൻസ് ഒക്കെ അന്വേഷിച്ച് എന്താണ് അവർ അങ്ങനെ ബിപിൻ ദാസിനെ അന്വേഷിക്കാൻ കാരണം എന്താണ്? കാരണം എന്ന് വെച്ചാൽ ബിപിൻ ദാസ് പരാതി കൊടുക്കുക മാത്രമല്ലേ ഇത്? ഞാൻ അത്രയും ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്നെ വേട്ടയാടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. നമ്മളൊരു സാധാരണ ഒരു പരാതി കൊടുത്തു, പ്രതിനെ അന്വേഷിക്കുക, ഇതൊക്കെയാണ് സർക്കാരിൻ്റെ ഡ്യൂട്ടി. പക്ഷേ അവർ പരാതി കൊടുത്ത എന്നെ നിരന്തരം വിളിച്ച്, ഫോണിൽ വിളിച്ച് എൻ്റെ ബന്ധങ്ങളും എൻ്റെ സൗഹൃദങ്ങളൊക്കെ അതിനെക്കുറിച്ച് പരാതി പിൻവലിപ്പിക്കാനുള്ള എന്തെങ്കിലും പരാതി പിൻവലിപ്പിക്കാൻ ഒരു ശ്രമം അതിനിടയിൽ നടന്നിരുന്നു. ആ കേസ് ഇങ്ങനെ അവസാനിപ്പിക്കാം, നമുക്ക് ഇതും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നു, നമുക്ക് ആ കേസ് അവസാനിപ്പിക്കാം. പോലീസ് തന്നെ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അല്ല, നമുക്കത് വേറെ നിവൃത്തിയൊന്നുമില്ല, അവർ കിട്ടാനില്ല. ഈ KR ഇന്ദിരനെ അറിയോ? എനിക്ക് നേരിട്ടറിയില്ല. അവരൊരു എഴുത്തുകാരിയാണ്. പുസ്തകമേളയിലൊക്കെ അവരുടെ പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടൊന്നുമില്ല, അവരുടെ പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അപ്പോൾ 2019 ഒരു കേസെടുത്തു. അത് കഴിഞ്ഞ് 2021 ഒരു പരാതി വീണ്ടും വിവരാവകാശം നൽകി ചോദിച്ചു. അപ്പം അതിന് നെഗറ്റീവായിട്ട് മറുപടി കിട്ടി. പിന്നീട് ധാരാളം വിദ്വേഷ പരാമർശങ്ങൾ ഈ സ്ത്രീ തന്നെ നടത്തി, ധാരാളം നടത്തി. റീസെൻ്റായിട്ട് 2025 നടത്തി, 2025 നടത്തി. ഇനിയും നടത്തും നമുക്കറിയാം. 7 വർഷം കഴിഞ്ഞു. 7 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പരാതി എടുക്കാത്തൊരു സാഹചര്യത്തിൽ ബിപിൻ ദാസിൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണ്? ഞാൻ കോടതിയെ സമീപിക്കണം എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും കോടതിനെ, ഹൈക്കോടതി അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട ചിലരായിട്ട് ഞാൻ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ. പൊതുസമൂഹത്തിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടായില്ലേ? പൊതുസമൂഹത്തിൽ നിന്ന് അങ്ങനെ പൊതുസമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള സപ്പോർട്ടൊന്നുമില്ല. പക്ഷേ മനുഷ്യാവകാശ പ്രവർത്തകരും പൊതുപ്രവർത്തകരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരു പൊതുസമൂഹത്തിൻ്റെ സപ്പോർട്ടെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ശരിക്കില്ലേ? പിന്നെ സാങ്കേതികമായിട്ട് ഒരുപാട് കാരണം ഇവർക്ക് കിട്ടിയൊരു കേസാണ്, ഇവരെ മുന്നിലേക്ക് വന്ന ഒരു വിദ്വേഷ പരാമർശത്തിനെതിരെ വന്നൊരു കേസാണ്. അവർക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാമായിരുന്നു, പക്ഷെ അവർ ചെയ്തില്ല. പിന്നീട് അവർ BJP ഒക്കെ ആയിട്ട് കണക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഹിന്ദുത്വ ഓറിയന്റഡ് ആണ് അവരുടെ പോസ്റ്റുകളൊക്കെ കാണുന്ന സമയത്ത്. ഇനിയിപ്പോൾ എന്താണ് പ്ലാൻ? ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകും? ഈ കേസ് നമ്മുടെ ചില രാഷ്ട്രീയ സുഹൃത്തുക്കൾ അവരൊക്കെ സഹായിക്കാം എന്നെനിക്ക് ഉറപ്പുന്നുണ്ട്. ഹൈക്കോടതിയെ സമീപിക്കാം ഉടനെ. ഹൈക്കോടതി ഇനി സാധ്യത ഉണ്ടോയെന്ന് അന്വേഷിച്ചിട്ടില്ല. ഇതിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. എന്തായാലും ഒരുപക്ഷെ കേരളത്തിലെ വിദ്വേഷ പരാമർശം എന്നുള്ള രീതിയിൽ തന്നെ അതിൻ്റെ രാഷ്ട്രീയം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇത് കാണുന്നതിന് മുന്നേ ഞാൻ അടിച്ചു നോക്കി, ഇൻ്റർനെറ്റിൽ അടിച്ചു നോക്കി, ബിപിൻ ദാസ് എന്ന് അടിച്ചു നോക്കി, ഇന്ദിര എന്ന് അടിച്ചു നോക്കിയ സമയത്ത് ധാരാളം വാർത്തകൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അത് ഒരുപാട് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തൊക്കെ വന്നിട്ടുള്ളൊരു വാർത്തയോ. പക്ഷെ വാർത്തയിൽ അത് ഒതുങ്ങി. ഒരിക്കലും അതൊരു നിയമ നടപടിയിലേക്ക് പോവുകയോ
ഇതൊരു സൂചനയാണെന്ന് തോന്നുന്നു നമ്മുടെ സർക്കാരിൽ എങ്ങനെയാണ് വിദ്വേഷ പരാമർശങ്ങളെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിന് ഒരു സൂചനയാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ വിപിൻദാസ് പറഞ്ഞതുപോലെ പരാതി നൽകുന്ന ആളുകൾ ദളിതരാണെങ്കിൽ പരാതികൾ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ള പൊസിഷൻ ആണോ അതിന് പിന്നിൽ നമുക്കറിയില്ല. അതൊക്കെ ഒരു സംശയമാണ്. തുടർന്നും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. അല്ല, അതല്ലാത്ത മറ്റുള്ളവർ കൊടുത്ത പരാതിയിലും അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു ചിലപ്പോൾ ഇന്ദിരയുടെ പ്രത്യേകത കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് എടുക്കാതിരുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ പങ്കുവെച്ച വിപിൻദാസിന് നന്ദി. ശരി.